പേരറിയാത്തൊരു ഭക്ത പറഞ്ഞിരിക്കുകയാണ്, ചേച്ചി ഞാൻ ഗുരുവായൂരപ്പ ഭക്തയാണ്, ഈയിടെയായി ജപം മുടങ്ങിപ്പോയി, വീണ്ടും തുടങ്ങാൻ എന്തോ പറ്റുന്നില്ലാത്ത പോലെ, പക്ഷെ മനസ്സിൽ എപ്പോഴും നാരായണ ജപിക്കാറുണ്ട്, ജപമാലയിലാണ് ചൊല്ലാത്തത്, എന്താ ചെയ്യുക? പിന്നെ ചേച്ചി എനിക്ക് ലളിതാ സഹസ്രനാമം നിത്യവും ചൊല്ലണം എന്ന് ഈയിടെയായിട്ട് വലിയ ആഗ്രഹം, പക്ഷെ ഗുരുവായൂരപ്പൻ്റെ നാമം മുടക്കിയിട്ട് ദേവിയെ വിളിച്ചാൽ ഗുരുവായൂരപ്പന് വിഷമമാകില്ലേ, എന്ത് ചെയ്യും ചേച്ചി? ഒരിക്കലും അങ്ങനെയില്ല കേട്ടോ. നമ്മൾ മനുഷ്യരെ പോലെ ഒരിക്കലും ഈശ്വരനെ കണക്കാക്കുക ചെയ്യരുത് കേട്ടോ. ഒരാളെ വിളിച്ചാൽ മറ്റൊരാൾക്ക് വിഷമാവുകയോ മറ്റൊരാളെ വിളിച്ചാൽ വേറൊരാൾ കോപിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല, ഒട്ടുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആദിപരാശക്തിയാണ് ഉപാസിക്കാൻ തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉപാസിച്ചോളൂ. ഭഗവതിയെ ഭജിച്ചാൽ ഭഗവാനെ ലഭിക്കും എന്നാണ് പറയാറുള്ളത്. പുരാണങ്ങളിൽ അനേക സ്ഥലത്ത് പറയാറുണ്ട് കേട്ടോ. ഭഗവതിയെ എന്താ പറയുക, അടിയുറച്ച് വിശ്വസിച്ച് ജപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള അനേകം ഭക്തരുടെ മുമ്പിൽ ഭഗവാനാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ രുക്മിണി സ്വയംവരം കഥ പറയുമ്പോൾ എപ്പോഴും ആചാര്യൻ പറയാറുണ്ട്, രുക്മിണി ഭഗവതിയെ ഉപാസിച്ച് ഭഗവാനെ നേടിയെടുത്തു എന്ന് പറയാറുണ്ട്. ഇതേമാതിരി തന്നെ സ്യമന്തകം കഥ പറയുമ്പോൾ ഭഗവാൻ ജാമ്പവാന്റെ ഗുഹാപ്രവേശം നടത്തിയതിന് ശേഷം ഭഗവാൻ തിരിച്ചു വരാനായിട്ട് ദ്വാരകാനിവാസികളെല്ലാം ഭഗവതിയെയാണ് ഭജിച്ചിരുന്നത്. അപ്പോൾ ഭഗവതിയെ ഭജിച്ച് ഭഗവാനെ നേടിയെടുത്ത ഒരു ജനതയെ തന്നെ നമുക്ക് ആ ഒരു ഭാഗവതത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആദിപരാശക്തിയാണോ ഉപാസിക്കാൻ തോന്നുന്നത് വെച്ചാൽ ധൈര്യമായിട്ട് ജപിച്ചോളൂ. അതല്ല ഇനി പഞ്ചാക്ഷരമാണ് ചൊല്ലാൻ തോന്നണമെന്ന് വെച്ചാൽ ജപിക്കുന്നേ. ഇന്ന നാമം മാത്രമേ ഈശ്വരനിലേക്കുള്ള വഴിയായിട്ട് തുറന്നു വെച്ചിട്ടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് നാമത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയാറുള്ളത് കേട്ടോ.